ഹായ് ഫ്രണ്ട്സ്, നമ്മൾ LDC പരീക്ഷ മുൻനിർത്തി LDCയുടെ മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് 22/2/2014 നടന്ന LDC മലപ്പുറം ജില്ലയിലേക്ക് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 24/2014 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 22. 4 തവണ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ രാജ്യം? ഇറ്റലി. ഒളിമ്പിക്സ് 2016 വേദിയാകാനുള്ള സ്ഥലം? റിയോ ഡി ജനീറോ. ലോക സമാധാനത്തിനുള്ള പ്രഥമ മഹാതിർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? നെൽസൺ മണ്ടേല. ഏത് സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? വെസ്റ്റ് ബംഗാൾ. 2013 G20 രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നത് എവിടെ? സെന്റ് പീറ്റേഴ്സ്ബർഗ്. മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ജർമ്മനി. ആപ്പിൾ കാർട്ട് എന്ന കൃതി ആരുടെ രചനയാണ്? ജോർജ് ബെർണാഡ് ഷാ. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം? വോയേജർ 1. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏതിലാണ്? ശൂന്യതയിൽ. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിരേത്? അയൺ പൈററ്റിക്സ്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ എന്ന് പറയുന്നത്? -273 ഡിഗ്രി സെൽഷ്യസ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു? നാഫ്തലീൻ. മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു? ഹ്യൂമൻ ഇമ്യൂണോ വൈറസ്. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നവ ഏത്? ഹരിത സസ്യങ്ങൾ. ഏത് വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ളത്? കാർബൺ ഡയോക്സൈഡും മീഥൈനും. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? 0. ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്? ഫെറമോൺ. ഫയലിൻ ചുഴലിക്കാറ്റ് ആദ്യമായി എത്തിച്ചേർന്ന ഇന്ത്യൻ പ്രദേശം? ഗോപാൽപൂർ. ചീയപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഇടുക്കി. കണ്ണൂർ ജില്ലയിലെ മണൽ വാരലിനെതിരെ ഒറ്റയാൾ സമരം നടത്തുന്ന വനിത? ജസീറ. പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഭുവനേശ്വർ. 163 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച റാംസർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്ന്? ശാസ്താംകോട്ട കായൽ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം? 2005. റൂർക്കിലെ ഉരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ചതാണ്? ജർമ്മനി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി? നിർഭയ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചതാര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. കേരള ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം? അങ്കമാലി. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? രംഗനാഥ് മിശ്ര. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത്? 5 മുതൽ 11 വരെ. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച രാജാവ്? രാജരാജ ചോളൻ ഒന്നാമൻ. സ്വാമി വിവേകാനന്ദനെ വളരെ ആകർഷിച്ച ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരൻ നിബോധത എന്ന വാചകം ഏത് ഉപനിഷത്തിലേതാണ്? കഠോപനിഷത്ത്. 2013 ജൂലൈ 1 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ്? IRN-SS-1A. ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC രൂപീകരിക്കപ്പെട്ടത്? ഡോക്ടേഴ്സ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ചേരിചേര പ്രസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്ന സമ്മേളനം? ബെൽഗ്രേഡ് സമ്മേളനം.
ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി. 73-ാം ഭേദഗതി. നീലോക്കേരി പരീക്ഷണ പദ്ധതി ആരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു? അഭയാർത്ഥികളുടെ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ? ബ്രഹ്മോസ്. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? തിരുവിതാംകൂർ. പോർച്ചുഗലിനെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്നതിന് അനുകൂലമായി UN രക്ഷാസമിതിയിൽ വീറ്റോ അധികാരം പ്രയോഗിച്ച രാജ്യം? സോവിയറ്റ് റഷ്യ. താൽച്ചർ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ പരിരക്ഷ ഉറപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി? ജനശ്രീ ബീമ യോജന. ഘനവ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി? രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇനി ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഒളിമ്പിക്സ് 2024 വേദിയാകാനുള്ള സ്ഥലം? പാരീസ്. 2024 ഒളിമ്പിക്സ് പാരീസിലാണ് നടക്കുന്നത്. 2024 G20 രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുന്നത് എവിടെ? റിയോ ഡി ജനീറ. 2024 G20 രാജ്യങ്ങളുടെ ഉച്ചകോടി റിയോ ഡി ജനീറ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? ശക്തികാന്ത ദാസ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വിജയ് സാപ്ലൈ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് വിജയ് സാപ്ലൈ. നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കുക.